ഇന്റർനാഷണൽ വിഷയങ്ങളാണ്. അതായത് ഇസ്രായേലിൽ അദ്ദേഹം പോയത് സോങ് ആൻഡ് ഡാൻസ് എന്നൊക്കെയുള്ള പരാമർശമുണ്ട്. ശരിയാണോ എന്നറിയില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഇത് റിജക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഫയലിലെ പ്രശ്നമേ ഇത് എ പാർട്ടിയോ ബി പാർട്ടിയോ അല്ല. ഈ ഫയലുകളുടെ പേര് പറഞ്ഞ് അതിനെക്കുറിച്ച് കഥയുണ്ടാക്കുക നമ്മുടെ പല ആൾക്കാർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഡീറ്റെയിൽസ് അറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ. വേറെ നെഗറ്റീവ് പരാമർശങ്ങളൊന്നുമില്ല. പക്ഷെ അതിനെ കാട്ടി വിഷയം വരേണ്ട ഒരു ചർച്ച നമ്മുടെ കരസേനാ മേധാവിയുടെ ഒരു പുസ്തകത്തിന്റെ ഭാഗമായി ശ്രീ രാഹുൽ ഗാന്ധി റേസ് ചെയ്തൊരു വിഷയമാണ്. അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. മറ്റേ ഈ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ, ഈ ജെയിൻ ഹവാല ഫയൽസ് ഉണ്ട്, പഴയ ആൾക്കാർക്ക് ഓർമ്മയാണ്. മറ്റേ ജെയിൻ ഫയൽസിൽ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ വിവാദമായി. ആരെങ്കിലും ഒരാളൊരു ഡയറി എങ്ങനെ എഴുതി വെച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷെ നവരണ എന്ന് പറയുന്ന നമ്മുടെ പട്ടാള മേധാവിയുടെ അത് കുറച്ചുകൂടെ സീരിയസ് ആയ വിഷയമാണെന്നുള്ളതാണ് എന്റെ അതെ. അങ്ങനെയല്ല നമ്മളൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ വിശ്വസിക്കുന്നത്. നമ്മുടെ പട്ടാളത്തിന് ഇങ്ങനെ അബ്സല്യൂട്ട് സ്വാതന്ത്ര്യവും ഇല്ല. അതാണ് എന്റെ തമാശ. പട്ടാളത്തിന് അബ്സല്യൂട്ട് സ്വാതന്ത്ര്യവും ഇല്ല. അപ്പം ജനാധിപത്യ ഗവൺമെന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതിലെ ക്രിറ്റിസിസം. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കേണ്ടത്. ഞാൻ ആ വിഷയം പഠിക്കുകയാണ്. ഞാൻ യാത്രയിലായിരുന്നുകൊണ്ടാണ്. അത് തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ്. കാര്യം ചൈനീസ് ആർമി നമ്മളെക്കാട്ടി സ്ട്രോങ് ആർമിയാണ് ചൈന. ചൈനീസ് ആർമി അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം നിലപാടെടുത്തില്ലെന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോളൂ. എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. ഇന്ന് ANAയുടെ അദ്ദേഹത്തിന് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണാൻ.